പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അല്ല താൻ പ്രസംഗിച്ചതെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നു. താൻ പറയാത്ത കാര്യങ്ങൾ ചിലർ പ്രചരിപ്പിക്കുകയാണ്. സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. മുസ്ലിം രാഷ്ട്രീയത്തിൽ പുതിയൊരു വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട്. ഈ വിവാദത്തിൽ ആദ്യമായി പ്രതികരിക്കാൻ വേണ്ടി 24-നൊപ്പം ചേരുകയാണ് ഫൈസി അമ്പലക്കടവ്. അങ്ങയുടെ പ്രസംഗം ഒരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങ് പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത് എന്താണ്? പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം വരികയാണോ? യഥാർത്ഥത്തിൽ എന്താ സംഭവം? യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. ഉണ്ടായ സംഭവം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, വിശ്വാസമില്ലാതെ അന്യമതസ്ഥരുടെ ആചാരങ്ങൾ സ്വീകരിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്നൊരു പരാമർശം അല്പം വിശദമായി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി തന്നെ ഞാനൊരു പ്രഭാഷണമുണ്ട്. എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, വിശ്വാസത്തോടു കൂടി ചെയ്താൽ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമല്ലോ, ആ വിശ്വാസം തന്നെ പോയല്ലോ കാര്യം, പിന്നെ ചെയ്യണമെന്നില്ല. വിശ്വാസമില്ലാതെ ചെയ്യുന്നതിനും ചില പരിമിതികളുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്, ചില കാര്യങ്ങളിൽ വിലക്കപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പൊതുവായി പ്രസംഗിച്ചു. ഞാൻ പറയുമ്പോൾ തന്നെ എന്താ വെച്ചാൽ, ഇതൊരു വർഗീയതയുടെ ഭാഗമാകരുത് എന്ന് വിചാരിച്ച് ആമുഖമായി കൃത്യമായി ഇസ്ലാം ഇതര മതസ്ഥരോട് കാണിക്കുന്ന സമീപനാണ് ഞാൻ പറഞ്ഞത്. അബ്ദുല്ലാഹിബിൻ അംറുല്ലാഹ് എന്ന സ്വഹാബി പ്രമുഖൻ, അദ്ദേഹം തൻ്റെ ഒരു പരിചാരകൻ ആടിനെ അറുത്ത് തോല് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയുന്ന ഹദീസിൽ, യാ ഗുലാം ഇദാ ഫറഗത ഫബ്ദ ബിജാരിൽ യഹൂദി, ഇത് കഷ്ണക്കാക്കി ആടിൻ്റെ പൂർണ്ണമായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിലൊരു പാർട്ട് നമ്മുടെ അയൽക്കാരനായ ജൂതൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക. അപ്പോൾ ആ സദസ്സിൽപ്പെട്ട ഒരു പ്രമുഖൻ ഒരാൾ ചോദിച്ചു, അൽ യഹൂദി അസ്ലഹക്കല്ല, ജൂതനാണ് ആൾ, അള്ളാഹു നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ, ജൂതന്മാരെക്കാലവും മുസ്ലിങ്ങളെ ഓപ്പോസിറ്റാണല്ലോ, അപ്പോൾ അങ്ങനെ വേണമെന്ന് ചോദിച്ചു, ഒരു സൂചന. അപ്പോൾ അബ്ദുല്ലാഹിബിൻ അംറുല്ലാഹിന് പറഞ്ഞു, അയൽക്കാരൻ്റെ കാര്യത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നിർബന്ധമായി വസിയത്ത് പോലെ അത് ശ്രദ്ധിക്കണം, അവർ പരിഗണിക്കണം എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ഹത്തന്നു സുവരിസു, അയൽക്കാർക്ക് അനന്തരാവകാശത്തിൽ പാർട്ട് കിട്ടും, അങ്ങനെ ഇസ്ലാമിൽ നിയമം വരുമെന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. അത്രമാത്രം പ്രാധാന്യമുണ്ട്. തീർച്ചയായും അയൽക്കാരൻ ഏത് ആളാണെങ്കിലും, മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി, ജൂതനാകട്ടെ, അവർക്കാണ് വലിയ പരിഗണന കൊടുക്കണം, മുന്തിയ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതാണ് ഇസ്ലാമിൻ്റെ സമീപനം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ പൊതുവായ നിയമം പറഞ്ഞു. നമ്മൾ ഇതര മതസ്ഥരോടുള്ള എല്ലാ സൗഹൃദവും അവരോട് സ്നേഹവും ഇന്ന് നമ്മൾ നടത്തി പോരുന്ന ഈ രീതി തന്നെയാണ് ആവശ്യം. അതാണ് ഇസ്ലാമിൻ്റെ സമീപനം. പക്ഷേ മതപരമായ കാര്യങ്ങളിൽ നമ്മളവരുടെ ഭക്ഷണം കഴിക്കാം, അവർക്ക് നമ്മുടെ ഭക്ഷണം കഴിക്കാം, നമ്മുടെ ആഘോഷത്തിൽ നമ്മൾ വീട്ടിൽ വന്ന് ഭക്ഷണം കൊടുക്കുക, അവരുടെ ആഘോഷം അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ പ്രത്യേകമായൊരു മതത്തിൻ്റെ ആചാരം അത് മുസ്ലിങ്ങൾക്ക് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അങ്ങയുടെ ഈ പ്രസംഗത്തെ ചിത്രീകരിക്കപ്പെട്ടത് ഇത് തങ്ങൾക്കെതിരെയുള്ളതാണ്. സാദിഖ് അലി തങ്ങൾ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ കണ്ടതിനെതിരാണ് എന്നുള്ളതാണ്. അങ്ങ് ഏതെങ്കിലും രീതിയിൽ ഇത് ഉദ്ദേശിച്ചത്? യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിലങ്ങനെ ചിന്ത പോലും വന്നിട്ടില്ല. ഞാൻ പൊതുവായൊരു വിശദീകരണം ക്ലിയറിൽ ആവശ്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഞാനും അത്ഭുതപ്പെട്ടു. ഞാൻ ഇന്നൊരു രാവിലെ മുതൽ മീറ്റിങ്ങിലാണ് സമസ്തയിൽ. സത്യത്തിൽ സാദിഖ് ശിഹാബ് തങ്ങളൊന്നും ഞാനും കുറച്ച് സംസാരിച്ചു, മീറ്റിംഗ് കഴിഞ്ഞിട്ട് സംസാരിച്ചു. ഇത് വളരെ സൗഹൃദത്തിൽ നമ്മൾ ഒരുമിച്ച് പോകുന്ന രീതി. പക്ഷേ തങ്ങളും നമ്മളൊക്കെ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. കാരണം അങ്ങനെ പരാമർശം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. ശരിക്ക് സാദിഖ് ശിഹാബ് തങ്ങൾ ക്രൈസ്തവ സഭകളുടെ ആസ്ഥാനത്ത് പോകുന്നതും അവരുമായി സൗഹൃദം പങ്കിടുന്നതും അവർ തിരിച്ചു വരുന്നതും പാണക്കാട് വരുന്നതും ഇതൊക്കെ സൗഹൃദത്തിൻ്റെ ഭാഗമല്ലേ. കേരളത്തിലെ മുസ്ലിം സമൂഹം നമ്മൾ സമസ്ത കേരള ജമിയത്തുള്ള പ്രവർത്തകനാണ് ഞാൻ. സമസ്ത ഇതര മതസ്ഥരുമായുള്ള സൗഹൃദവും സഹിഷ്ണുതയും എത്രമാത്രം കാണിക്കുന്നുവെന്ന് അനുഭവത്തിലുണ്ടല്ലോ. ഇപ്പോൾ മുസ്ലിം തീവ്രത വന്നപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയത് SKS വരെ സമസ്തൻ്റെ കീഴിൽ. അന്ന് ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. കാരണം അതിന് കോംപ്രമൈസ് ഇല്ല. ഇത് ഒരു ചാനലിൽ പറഞ്ഞത് പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയാണിതെന്ന് മാത്രമല്ല, ക്രൈസ്തവ സഭകളെ സഹകരിപ്പിച്ചു കൊണ്ടതിനെതിരെയുള്ള വർഗീയമായ നീക്കമാണെന്ന് ആരോപിച്ചത്. വളരെ വേദന തോന്നി. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ അഭിപ്രായം പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത കാര്യം തെറ്റായി ധരിപ്പിച്ച് ഈ സമൂഹത്തിൽ വിഘടനം ഉണ്ടാക്കുന്നത്, വിള്ളലുണ്ടാക്കുന്നത് വളരെ ദുഃഖകരമാണ്. ഈ സമസ്തയിലെ ഇപ്പോൾ തന്നെ ഒരു ലീഗ് വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ 5 അംഗ സമിതിയും നിശ്ചയിച്ചിട്ടുണ്ട്. സമസ്തയിലെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സത്യത്തിൽ ലീഗ് വിരുദ്ധ വിഭാഗം, ലീഗ് അനുകൂല വിഭാഗം, അല്ലെങ്കിൽ സമസ്തയിലെ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ തിരിച്ചുള്ള വിഭാഗം, ഇതിങ്ങനെ മീഡിയ ഉണ്ടാക്കി തീർത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മീഡിയയിൽ ഉണ്ടാക്കി തീർക്കുമ്പോൾ അതിന് സഹായകമായി വേറെ ചില ആളുകൾക്ക്, എല്ലാവരും ഞാൻ കുറ്റപ്പെടുന്നില്ല, ചില ലക്ഷ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ സമസ്തയിലൊരു വാഫി ഇഷ്യൂ ആണ് ഇതിൻ്റെ തുടക്കം.
ഈ വാഫി ഇഷ്യൂ നന്നായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ ചെറിയ ചില നീക്കുപോക്കുകളുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് വലിയ ഹൈലൈറ്റ് ചെയ്ത് പാണക്കാട് വിരുദ്ധ വിഭാഗം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം എന്നാണ് സമസ്തയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തിരിച്ചൊന്ന് മറിച്ച് സംസ്ഥാനത്തെ മുസ്ലിം ലീഗ് അനുകൂലികൾ എന്ന് പറഞ്ഞ് രണ്ടായി പാർട്ട് ചെയ്ത് നിരന്തരം പ്രചരിപ്പിക്കുന്നതാണ് യാഥാർത്ഥ്യം. സത്യവുമായി ഇതിൽ യാതൊരു ബന്ധമല്ല. ഈ ആളുകളൊക്കെ കൂടിയിട്ട് അപ്പോൾ ഇന്നും വിദ്യാഭ്യാസ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടി കാര്യങ്ങളൊക്കെ 100-ാം വാർഷിക പദ്ധതിയിൽ ആവിഷ്കരിച്ചും മറ്റൊക്കെ മുന്നോട്ട് പോയത്. ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളല്ലേ കുഴപ്പമുള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ആദരണീയരായ നമ്മുടെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനുള്ള ഒരു നേതൃത്വം, അതിന് പക്വമായ നേതൃത്വം ഉണ്ടല്ലോ. അല്ലാതെ പരിഹരിക്കപ്പെടാനാവാത്ത പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെ. അങ്ങനത്തെ പ്രശ്നമാണ് ഈ വാഫി പ്രശ്നം. സിമ്പിൾ ഇഷ്യൂ ആണ്. മറ്റ് പാർട്ടി വിരുദ്ധരും പാർട്ടി അനുകൂലങ്ങളും എന്നുള്ളത് വെറുതെ മീഡിയ ഉണ്ടാക്കിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സമസ്തയിൽ ഭിന്നത ഉണ്ടാക്കുന്നതിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു വലിയ പങ്കുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ കൃത്യമായി എതിർത്ത ഒരു പ്രസ്ഥാനമാണ് സമസ്ത. ആ നിലയിൽ ഒരു ഇടപെടലുണ്ടോ? തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തയിൽ മാത്രമല്ല, കേരളത്തിൽ ഇങ്ങനത്തെ മുസ്ലിം സംഘടനകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്നതിൽ പൂർവ്വകാലങ്ങളിലും ഗണനീയമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി പാർട്ടി നേരിട്ട് നമ്മൾ പറയുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന ശൈലി ഇപ്പോൾ മുസ്ലിം ലീഗ് ശരിക്ക് ബാബരി മസ്ജിദിൻ്റെ പശ്ചാത്തലത്തിൽ, ഇഷ്യൂൻ്റെ പശ്ചാത്തലത്തിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ അടർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രവും അവരുടെ ചില ഓഫീസുകളും, അവർ നേരിട്ട് നടന്ന ഓഫീസിലെ കോഴിക്കോട് വേറൊരു ഓഫീസുണ്ട് അവരൊക്കെ നന്നായി പങ്കുവഹിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ എസ്കേഷൻ ജനറൽ സെക്രട്ടറി, എനിക്കറിയാം പലതിനും അങ്ങോട്ടും ആശയവിനിമയം നടത്തും പറയാം. അങ്ങനെ ഒരു പിളർത്തി നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. തുടർന്ന് ഒരുപോലെ അബ്ദുൽ നാസർ മഅദനിയെ ഇങ്ങനെ പൊതുധാരയിൽ നിന്ന് അകറ്റത്തിൽ അവർ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ സമസ്തയും മുസ്ലിം ലീഗും രണ്ടാണ് എന്നും പിന്നെ പരസ്പര വിരുദ്ധമാണെന്നും അതുപോലെ സമസ്തയും പാണക്കാട് പരസ്പര വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് സമസ്തയിൽ പൊതുവായൊരു പോളിസിന് അതിന് വിരുദ്ധമായി ഇതിങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ച് ഭിന്നിപ്പുണ്ടാക്കുകയും സമസ്തക്കെതിരെ രംഗത്ത് വന്ന CIC-യുടെ ജനറൽ സെക്രട്ടറി ഒരു പ്രസംഗം നടത്താൻ ഫുള്ള് ലൈവ് കൊടുക്കുക. നമുക്കെന്നെ അത്ഭുതം തോന്നും. ചാനലുകൾക്കൊക്കെ ഒരു പരിമിതിയില്ലേ, പക്ഷേ ഫുള്ള് ലൈവ് കൊടുക്കുക, എവിടെ പറയുകയാണെങ്കിലും. അങ്ങനെ ഇത്തരം വിധ്വംസക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം തീർച്ചയായും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇതിനുള്ള ലക്ഷ്യം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ആശയപരമായി കേരളത്തിൽ നിലനിൽക്കാൻ ഒരു സാധ്യത അവർ പരീക്ഷിച്ച് പരാജയപ്പെട്ടു. അവരുടെ അടിസ്ഥാനപരമായ നിലപാടുകളും മാറ്റി. ഒരു വല്ലാത്ത അത്ഭുതമാണല്ലോ. അടിസ്ഥാനപരമായ നിലപാട് മാറ്റി രാജ്യത്തെ ഗവൺമെൻറ്റുമായി സഹകരിച്ച് പോകൽ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് അവർ പഠിപ്പിച്ചിരുന്നത്. പാർലമെൻറ്റ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്, പിന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത്, ഗവൺമെൻറ് ജോലി സ്വീകരിക്കുന്നത്, ഇതൊക്കെ ബഹുദൈവവിശ്വാസമാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒറ്റ മാറ്റിമറിച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ രംഗത്ത് കടന്നു വരാനുള്ള നീക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ജനപിന്തുണ വേണം. ജനപിന്തുണ ഇങ്ങനെ സമസ്ത ശക്തമായി അവർ എതിർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ അവർക്ക് ഗ്രിപ്പ് കിട്ടൂല. അപ്പോൾ അതിനെന്താ വെച്ചാൽ ഒരു ഭിന്നിപ്പുണ്ടാക്കിയാൽ ഒരു വിഭാഗം ഒരു സോഫ്റ്റ് കോർണർ അവർക്ക് കിട്ടിയാൽ തന്നെ ഒരു മെച്ചമായിരിക്കും. അതായിരിക്കും അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നത്. സമസ്തയിലെ പ്രശ്നങ്ങളെല്ലാം വേഗം തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അപ്പോൾ താങ്ക് യു. വളരെ കൃത്യമായി തന്നെ അങ്ങ് നിലപാട് പറഞ്ഞു. വെൽക്കം. വളരെ കൃത്യമായി തന്നെ അമ്പലക്കടവ് നിലപാട് പറഞ്ഞിരിക്കുകയാണ്. സമസ്തയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ അത് നേതാക്കളിരുന്ന് പരിഹരിക്കാവുന്നതാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിർണായക പങ്കുണ്ട് എന്നുള്ളത്. ക്യാമറാമാൻ രാജേഷ് വള്ളരിക്കൊണ്ടിനൊപ്പം ദീപക് ധർമ്മടം 24. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, യഥാർത്ഥത്തിൽ അദ്ദേഹം ശിഹാബ് തങ്ങളെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്നാണോ പറയുന്നത്? പറയൂ. അതുതന്നെയാണ് SKN. ചില മാധ്യമങ്ങൾ ഇത് വിവാദമാക്കിയതാണ്. മാത്രമല്ല ഇതിൽ ചിലർക്ക് പ്രത്യേക അജണ്ടയുമുണ്ട്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. കാരണം സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇതര മുസ്ലിം സംഘടനകൾ പ്രശ്നങ്ങൾ ഭിന്നതയുണ്ടാക്കി അതിൽ നിന്നും ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നേടിയെടുക്കുക എന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ തന്ത്രമാണ് എന്നാണ് ഈ അബ്ദുൽ ഫൈസി അമ്പലക്കടവ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN പാണക്കാട് സാദിഖ് അലി തങ്ങളെ ഒരു തരത്തിലും ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹവും സാദിഖ് അലി തങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ രണ്ടു കൂട്ടർക്കും ഇതിൽ ഒരു സംശയവുമില്ല. ഉദ്ദേശിച്ചത് ആചാരപരമായ കാര്യമാണ്. ഇസ്ലാമിന് വിലക്കപ്പെട്ടത് ചെയ്യരുത് എന്നുള്ള മതപരമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള നീക്കം നടക്കുന്നു. മാത്രവുമല്ല എന്നും സമസ്ത മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗത്താണ് എന്നും അദ്ദേഹം കൃത്യമായി പറയുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ SKN ഇതിൽ ഈ ഒരു മതപ്രഭാഷണത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഇത് വിവാദമാക്കി തീർത്ത് വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. മാത്രവുമല്ല ജമാഅത്ത് ഇസ്ലാമി ഈ സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു എന്നുള്ളതും അദ്ദേഹം നമ്മളോട് പറയുകയാണ് SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.